സ്മോൾ ക്യാപ്പിലെ ക്വാളിറ്റി സ്റ്റോക്സുകളൊക്കെ 2 to 5x ആണ് കയറിപ്പോയത്. അപ്പോൾ വാല്യുവേഷൻ ഇത് മാത്രം കയറിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കയറിയത് നല്ല ശതമാനം സ്റ്റോക്കുകളും ഹൈ വാല്യുവേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ദാറ്റ് മീൻസ് മാർക്കറ്റ് താഴെ പോയിട്ടുള്ളൂ ഈ സ്റ്റോക്കിലെ വാല്യുവേഷനിലൊന്നും വലിയ വ്യത്യാസം വന്നില്ല. ശരിക്കും ഞാനൊക്കെ 2020, 2021, 2022 വരെയൊക്കെ ഒരു 34 PE കൂടുതലുള്ള കമ്പനി മേടിക്കത്തില്ലായിരുന്നു ആ കാലത്തിൽ. പക്ഷേ എന്താ സംഭവിച്ചാൽ മാർക്കറ്റിലെ കൊച്ചു കൊച്ചു ചലനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചലനങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 34 PE സ്റ്റിക്ക് ചെയ്താൽ പല സ്റ്റോക്കിലും നമുക്ക് കിട്ടാതായി. എസ്പെഷ്യലി സൺറൈസ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് വാല്യുവേഷനിൽ കീറുന്ന അല്ലാതെ വല്ല കുറവ് വന്നിട്ടില്ല. മാർക്കറ്റ് ഇത്രയും താഴെ പോയിട്ട് പോലും വാല്യുവേഷൻ റിമെയിൻസ് അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രി വാല്യുവേഷൻ്റെ 3x 4xലാണ് നിൽക്കുന്നത്. നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായിട്ട് ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും നിക്ഷേപം നടത്തുന്നവർക്കാണെങ്കിലും ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അതായത് ഉയർന്ന PE ഉള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ, പ്രീമിയം വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ അത് അപകടമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. താങ്ക് യു. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും പൊതുവെ പറയുന്നൊരു കാര്യമാണ് PE റേഷ്യോ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ കുറഞ്ഞ PE റേഷ്യോ ഉള്ള സ്റ്റോക്കുകളാണ് കൺസിഡർ ചെയ്യാൻ കൂടുതൽ നല്ലത്. ഉയർന്ന PE റേഷ്യോ ആണെങ്കിൽ അത് പെട്ടെന്ന് കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ സാർ എന്താണ് വിലയിരുത്തുന്നത്? ശരിക്കും വാല്യുവേഷൻ വൈസ് അല്ലെങ്കിൽ വാല്യുവേഷൻ വൈസ് നോക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഗ്രോത്ത് വൈസ് നോക്കുമ്പോഴാണോ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കാണ്? ഇൻവെസ്റ്ററിനാണോ, ട്രേഡറിനാണോ, ട്രേഡിൽ തന്നെ 3 മാസം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണോ, ഒരാഴ്ച ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണോ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണോ? ഓരോൾക്കാരുടെ കൺസെപ്റ്റ്സിൽ വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്ന ആ ട്രേഡിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ച് കൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ 2020 കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്ന സെക്ടർ എന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുമാണ്. കണ്ടിന്യൂസ് 2 കൊല്ലം ട്രെൻഡിലായിരുന്നു ശരിക്കും. ഞാനും 2022, 2023 തുടക്കം വരെയൊക്കെ കൂടുതലായിട്ടും ഞാൻ വാല്യുവേഷനിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്, 2020 ശേഷമുള്ള ആ ഒരു കുതിച്ചുള്ള കയറ്റത്തിൽ സ്മോൾ ക്യാപ്പിലെ ക്വാളിറ്റി സ്റ്റോക്സുകളൊക്കെ 2 to 5x ആണ് കയറിപ്പോയത്. അപ്പോൾ വാല്യുവേഷൻ ഇത് മാത്രം കയറിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കയറിയത് നല്ല ശതമാനം സ്റ്റോക്കുകളും ഹൈ വാല്യുവേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ദാറ്റ് മീൻസ് മാർക്കറ്റ് താഴെ പോയിട്ടുള്ളൂ ഈ സ്റ്റോക്കിലെ വാല്യുവേഷനിലൊന്നും വലിയ വ്യത്യാസം വന്നില്ല. ശരിക്കും ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇൻഡസ്ട്രി വാല്യുവേഷൻ നോക്കാൻ നേരത്ത് ആ രീതിയിലേക്ക് താന്നു വന്നിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ശരിക്കും നമ്മൾ മാർക്കറ്റ് എപ്പോഴും നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഒരു ഡൈനാമിക്സ് ഉണ്ട്. ഈ ഡൈനാമിക്സ് പതുക്കെ മാറിക്കൊണ്ടിരിക്കും. ശരിക്കും ഈ ഡൈനാമിക്സിൻ്റെ മാറ്റം വളരെ സട്ടിലാണ് മാറ്റങ്ങൾ. ഈ സട്ടിൽ ആയിട്ടുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മളും മാറാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡറായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ ഏത് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾക്കും അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. നമ്മളപ്പം പഴയ നമുക്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റ് നോക്കാമെങ്കിൽ സൺറൈസ് ഇൻഡസ്ട്രീസ് എന്താണ്? സൺറൈസ് ഇൻഡസ്ട്രി ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രീസ്, ഹ്യൂജായിട്ട് ഗ്രോത്ത് ഉള്ളു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റ്, അല്ല വയർസ് ആൻഡ് കേബിൾസ്, അല്ല ട്രാൻസ്ഫോമർ സെഗ്മെൻറ്റ്സ്, അല്ലെങ്കിൽ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഹ്യൂജായിട്ട് റൺ ചെയ്യുന്ന സെക്ടേഴ്സാണ്. ഇതിൻ്റെയൊക്കെ ആനുവൽ CAGR എന്നൊക്കെ പറഞ്ഞാൽ 18%, 20-25% ഒക്കെയാണ് പോകുന്നത്. ഇങ്ങനത്തെ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ എപ്പോഴും വാല്യുവേഷൻ കൂടി നിൽക്കും. ഒരിക്കലും നമുക്ക് FMCGയിൽ കിട്ടുന്ന PE ഒരിക്കലും ഇങ്ങനത്തെ സൺറൈസ് ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചാൽ നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ. അതിനുള്ള സ്കോപ്പില്ല. കാര്യം എന്താ, ഇങ്ങനത്തെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റ് വളരെ ഹൈ ആണ്. ശരിക്കും മനസ്സിലായോ? നമുക്ക് ഒരു ബാങ്ക്സിൻ്റെ PE എടുത്താൽ ആവറേജ് വ്യൂ ഒന്ന് 8-10 ഉള്ളൂ. ശരിക്കും ഒരിക്കലും ഇത് നമുക്കൊരിക്കലും ഒരു ട്രാൻസ്ഫർ ഇൻഡസ്ട്രിക്കോ ഒരു ട്രാൻസിഷൻ ഇൻഡസ്ട്രിയിലോ ഒരു പവർ ഇൻഡസ്ട്രിയിലോ നെവർ വി ക്യാൻ എക്സ്പെക്ട്. ആക്ച്വലി അവിടുത്തെ ഏറ്റവും മോശം സ്റ്റോക്കിനും പോലും അതിൻ്റെ PE എന്ന് പറയുന്ന ഇൻഡസ്ട്രി PEക്കാളും വളരെ കൂടുതലായിരിക്കും ശരിക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈം ഫ്രെയിം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡസ്ട്രി. നമ്മുടെ ആൻസർ വ്യത്യാസമാണ് ശരിക്കും. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാല്യുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയം വേണ്ട. ഗ്രോത്ത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും പവർ സെക്ടറിലെ പല സ്റ്റോക്കുകളും
കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് വാല്യുവേഷനിൽ കീറുന്നതല്ലാതെ വല്ല കുറവ് വന്നിട്ടില്ല. മാർക്കറ്റ് ഇത്രയും താഴെ പോയിട്ട് പോലും വാല്യുവേഷൻ റിമെയിൻസ് അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രി വാല്യുവേഷൻ്റെ 3x 4xലാണ് നിൽക്കുന്നത്. കാര്യം വാല്യുവേഷൻ ഒന്ന് സ്റ്റോക്കിൽ താന്നാൽ മേടിക്കാൻ ആളുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണ്? അവിടാണ് പെഗ് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് പെഗ് റേഷ്യോ? പെഗ് റേഷ്യോ വെച്ചാൽ PE ഗ്രോത്ത് റേറ്റിനെയാണ് പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റ് PE എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി PE എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 25 ആണെന്ന് വയ്ക്കുക, കമ്പനിയുടെ PE എന്ന് പറയുന്നത് 100 ആണെന്ന് വയ്ക്കുക. ശരിക്കും മനസ്സിലായി? അപ്പോൾ 100 കമ്പനിയുടെ PE, ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 25 ആണ്. ദാറ്റ് മീൻസ് 4x ആയി കഴിഞ്ഞു. ഈ കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണെന്ന് വയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പെഗ് റേഷ്യോ 1 1ൽ താഴെയാണ് ഏറ്റവും ബെസ്റ്റ്. 1 എന്ന് പറഞ്ഞാൽ പോലും 1.1 1.2 ഒക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. എറൗണ്ട് 1 ആൻഡ് ലെസ് ദാൻ 1, നെഗറ്റീവ് ആകാൻ പാടില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, 100 ആണ് കമ്പനിയുടെ PE, 100 ആണ് ഇൻഡസ്ട്രിയുടെ PE എന്ന് പറയുന്നത്. എത്രയായി കിടക്കുന്നത്? 25 കിടക്കുന്നത്. അപ്പോൾ 100/x, x എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഈക്വൽസ് 25. അപ്പോൾ x എത്രയായിട്ട് വരും? അതാണ് കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എക്സെപ്ഷണൽ ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, PE കൂടുതലായതുകൊണ്ട് ഒരു കമ്പനിയെ തള്ളിക്കളയാൻ പാടില്ല. പകരം നമ്മൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റിനെ മനസ്സിലാക്കണം. ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റ് മനസ്സിലാക്കണം. ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റും കമ്പനിയുടെ ഗ്രോത്ത് റേറ്റും ജസ്റ്റിഫൈഡ് ആണെങ്കിൽ നാച്ചുറലി PE കൂടിക്കിടക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാനൊക്കെ 2020, 2021, 2022 വരെയൊക്കെ ഒരു 34 PE കൂടുതലുള്ള കമ്പനി മേടിക്കത്തില്ലായിരുന്നു ആ കാലത്തിൽ. പക്ഷേ എന്താ സംഭവിച്ചത്? മാർക്കറ്റിലെ കൊച്ചു കൊച്ചു ചലനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചലനങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 34 PE സ്റ്റിക്ക് ചെയ്താൽ പല സ്റ്റോക്കിൽ നമുക്ക് കിട്ടാതായി. എസ്പെഷ്യലി സൺറൈസ് ഇൻഡസ്ട്രിയിൽ 2022 പോലെയാണ് ഈ ഇൻഡസ്ട്രി കൂടുതൽ പ്രൊമിനൻസ് വരുന്നത്. പവർ, ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെൻറ്റൊക്കെ. അപ്പം ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വർക്ക് ചെയ്യുമെങ്കിൽ നമ്മുടെ ഫിലോസഫി മാറ്റി വെച്ചേ മതിയാകും ശരിക്കും. നമുക്ക് ഇന്നും ബാങ്ക്സോ അല്ലെങ്കിൽ FMCG ഒക്കെ നമുക്ക് 34 താഴെ ഇഷ്ടം പോലെ നല്ല കമ്പനിയിൽ കിട്ടും. പക്ഷെ ഒരിക്കലും ഹ്യൂജായിട്ട് എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ പോകുന്ന കമ്പനികൾ, വളരെ സൂപ്പർ ഗ്രോത്തുള്ള കമ്പനികൾക്ക് നമുക്ക് ആ PE റേറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ലെന്ന് വേണം പറയാൻ സാധിക്കും. അപ്പോൾ അവിടാണ് പെഗ് റേഷ്യോ. ഇപ്പോൾ PE കണ്ടുകൊണ്ട് മാത്രം നമ്മൾ അതിനെ പേടിക്കേണ്ട കാര്യമില്ല. പെഗ് റേഷ്യോ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, പെഗ് റേഷ്യോ മനസ്സിലാണ്. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ കമ്പനിയുടെ P&L പോയാൽ കഴിഞ്ഞ 3 കൊല്ലത്തെ ഗ്രോത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ലാസ്റ്റ് 3 years, ലാസ്റ്റ് 5 years. ഇപ്പോൾ 5 yearsലെ ഗ്രോത്ത് എടുക്കുക, 3 yearsലെ ഗ്രോത്ത് എടുക്കുക, റവന്യൂ ഗ്രോത്ത് എടുക്കുക, നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എടുക്കുക, കമ്പയർ ചെയ്യുക. 5 yearsലെ ഗ്രോത്ത് 30%, 3 yearsലെ ഗ്രോത്ത് 70%. നമുക്ക് കമ്പാരിസൺ എളുപ്പമായി ശരിക്കും. ദാറ്റ് മീൻസ് 3 yearsൽ ഇതിൻ്റെ ഗ്രോത്ത് എത്ര X മൾട്ടിപ്ലൈ ചെയ്തു ശരിക്കും. റവന്യൂവിൽ എന്ത് വ്യത്യാസം വന്നു, നെറ്റ് പ്രോഫിറ്റിൽ എന്ത് വ്യത്യാസം വന്നു, ഓവറോൾ എന്ത് വ്യത്യാസം വന്നു, EPSനെ എങ്ങനെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തു, ഈസി ആയിട്ട് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവും. ഇത് വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദിവസം ഒരു വർഷങ്ങളോളം നീണ്ടൊരു ഇൻവെസ്റ്റ് പോകുന്ന ഒരാൾ പലപ്പോഴും അദ്ദേഹം ചിലപ്പം ലോ ആയിട്ടുള്ള PE ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമയമുണ്ട്, ഇത് കയറുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ സമയമുണ്ട്. PE റീറേറ്റിംഗ് എന്ന് പറയും ബേസിക്കലി. ദാറ്റ് മീൻസ് എക്സലൻ്റ് ആയിട്ട് PE കിടക്കുന്ന വാല്യുവേഷൻ കിടക്കുന്ന കമ്പനിയിൽ, എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസീവ് വാല്യൂ കിടക്കുന്ന കമ്പനിയിൽ സൂപ്പർവായിട്ടുള്ള റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുവാണ്. എന്താ സംഭവിക്കാൻ സാധ്യത? PE റീറേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ഈ കമ്പനിയുടെ സ്റ്റോക്കിനെ എന്താ പറയണ്ടേ, പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. ഈ യുദ്ധം നടന്ന സമയത്ത് പോലും എക്സലൻറ്റ് PE റേറ്റിംഗ് കൊടുത്ത പല കമ്പനീസുണ്ട് മാർക്കറ്റിൽ. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ 3x കയറിയ കമ്പനീസ് ഉണ്ട് ഈ മാർക്കറ്റിൽ. ഏത് സെക്ടറിലേക്ക് കിടക്കുന്നത്? അത് സ്മോൾ ക്യാപ്പിൽ 3x കൊടുത്ത കമ്പനീസ് ഉണ്ട് ശരിക്കും. ഞാൻ കമ്പനിയുടെ പേര് മലപ്പുറം പറയാത്തതാണ് ശരിക്കും. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ട് PE റേറ്റിംഗ് ഇന്നത്തെ കമ്പനി വന്നു? ആദ്യം PE അണ്ടർ വാല്യൂ PE ആയിരുന്നു. അണ്ടർ വാല്യൂ PEയിൽ എക്സലൻറ്റ് ഇൻറ്റൻസീവ് വാല്യൂവിൽ ഫെൻറ്റാസ്റ്റിക് ഗ്രോത്ത് റിസൾട്ട് വന്നു. കണ്ടിന്യൂസ് 2-3 റിസൾട്ട് ഫെൻറ്റാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ ആ കമ്പനി ലൈം ലൈറ്റിലേക്ക് വരും. ആ കമ്പനി ആൾക്കാർ എന്താ പറയണ്ടേ, അല്പം പോലും ഒരു സമയം പോലും കളയാതെ ആൾക്കാർ ഹ്യൂജായിട്ട് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് കൂടുകയും ചെയ്യും, സപ്ലൈ കുറയുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? കമ്പനി ആ ഒരു ലെവലിൽ നിന്നും 2x റേസ് പോകാൻ വലിയ സമയമൊന്നും വേണ്ട. ഈ 2x റേസ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ PE ഹ്യൂജായിട്ട് കയറിക്കഴിഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഹൈ PE കമ്പനികൾക്ക് ഒന്ന് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ ഗ്രോത്ത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ക്വാർട്ടർ റിസൾട്ടിൽ നിന്ന്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പം ഇൻഡസ്ട്രി PE 10 ആണ്. ഈ കമ്പനി 10 നിന്ന് നേരെ 40-ലെത്തി. ദാറ്റ് മീൻസ് 4x ആയി. അടുത്ത റിസൾട്ടും നല്ല റിസൾട്ട് ആണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന കമ്പനി ഒരു നല്ല റിസൾട്ട് വന്നാൽ എക്സ്ട്രീംലി ഹൈ PE ആണെങ്കിൽ പിന്നെ കയറുന്നതിന് പകരം പല കേസിലും കമ്പനി കൺസോളിഡേറ്റ് ചെയ്യും. പിന്നെ ഒരു 3 months കൺസോളിഡേറ്റ് ചെയ്യും. പിന്നെ അടുത്ത റിസൾട്ട് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വീണ്ടും അടുത്ത ലെഗ് ഓഫ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അതേസമയം ഒരു 4x PE വന്നതിന് ശേഷം റിസൾട്ട് മോശമാണെങ്കിലും
പെട്ടെന്നായിരിക്കും സ്റ്റോക്ക് തകർന്ന് താഴെ പോകുന്നത്. ശരിക്കും ഓവർ പീരീഡ് 10 ഡേയ്സിലായിരിക്കും 50% സ്റ്റോക്ക് നേരെ തകർന്ന് താഴെ പോകുന്നത്. അതുകൊണ്ടാണ് ക്വാർട്ടർ റിസൾട്ട് അനാലിസിസ് വളരെ ക്രിട്ടിക്കലായിട്ട് മാറുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൈക്ലിക്കാലിറ്റി, നമ്മൾ പലവട്ടം സംസാരിച്ചൊരു സബ്ജക്റ്റാണ് സൈക്ലിക്കാലിറ്റി. സൈക്ലിക്കലായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് സെഗ്മെൻറ്റിൽ എപ്പോഴും പി കൂടിയിരിക്കും, കാര്യം എന്താ ഡിമാൻഡ് കൂടിയിരിക്കും. സൈക്ലിക്കാലിറ്റി വീക്കായ സെഗ്മെൻറ്റ് പി അല്പം താഴും, കാര്യം എന്താ ഡിമാൻഡ് കുറവായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും പിഗ് റേഷ്യോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അതിനോടൊപ്പം എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? പിയാനിലൊക്കെ കമ്പയർ ചെയ്യണം. 5 ഇയേഴ്സിലെ പിയാനിൽ എടുക്കണം വേഴ്സസ് 3 ഇയേഴ്സിലെ പിയാനിലൊക്കെ റവന്യൂ എടുക്കണം, നെറ്റ് പ്രോഫിറ്റ് എടുക്കണം, EPS എടുക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും പറയുന്ന ആൾക്ക്. ഇനി ഇതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ എന്താ പാസ്റ്റാണ്, ഇന്നലെ വരെ വന്ന കാര്യങ്ങൾ പാസ്റ്റാണ്. ഇപ്പോൾ കമ്പനി എക്സലൻറ്റ് ഗ്രോത്ത് തന്നൊരു കമ്പനി ഇന്നലെ വരെ എക്സലൻറ്റ് ഗ്രോത്ത് തന്നതുകൊണ്ട് നാളെ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം നിയമമൊന്നുമില്ല. നാളെ എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. അപ്പോൾ നമ്മൾ നാളെ എന്നുള്ള സംഗതി മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് കമൻട്രി പോകും, മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ പോകും. ഗൈഡൻസിൽ നിന്ന് കമൻട്രിയിൽ നിന്ന് നമ്മൾ എന്താ നോക്കുന്നത്? മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ലെവൽ, ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ നോക്കും. അതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ക്ലാരിറ്റി ഉണ്ടോ? രണ്ടാമത്തെ കാര്യം നോക്കും. മൂന്നാമത്തെ കാര്യം വിസിബിലിറ്റി. എന്താ വിസിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഓർഡറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സാധാരണ റിസൾട്ടിനൊപ്പം PPT കൊടുക്കും, അല്ലെ മാനേജ്മെൻറ്റ് കമൻട്രി ഷെയർ ചെയ്യും. ഈ കയ്യിലുള്ള ഓർഡർ എന്ന് പറയുന്ന സംഗതി അടുത്ത 1 ഇയർ വിസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ എന്താ മനസ്സിലാക്കേണ്ട കാര്യം? കമ്പനിയുടെ ഗ്രോത്ത് 1 ഇയർ ഗ്രോത്തും കൂടെ അഷ്വേർഡ് ആണ്. അത്രയും ഓർഡർ കയ്യിലുണ്ട്. ആ ലെവലിൽ കമ്പനിക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസിൽ മാത്രമേ എന്താ സംഭവിക്കുന്നത്? ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് വളരെ ക്രിട്ടിക്കലായ കാര്യം. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ നമ്മൾ ഹൈ PE ആയിട്ടുള്ള സ്റ്റോക്സിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് സാർ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റുള്ള സിനാരിയോ ആണെങ്കിൽ, അതായത് ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലോ PE ഉള്ള കമ്പനികൾ, ആ കമ്പനികൾ നമുക്ക് അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ്, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബിസിനസിന്റെ ഒരു ഒന്ന് ഇൻഡസ്ട്രിയുടെ CAGR, ആനുവൽ കോമ്പൗണ്ട് ഗ്രോത്ത്. രണ്ടാമത്തെ കാര്യം കമ്പനിയുടെ CAGR, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഓർഡർ ഇൻ ഹാൻഡ്, വിസിബിലിറ്റി, മൂന്നാമത്തെ കാര്യം. ഇപ്പോൾ ബാങ്ക്സിനെ സംബന്ധിച്ച് അല്ല ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധിച്ച് ഓർഡർ ഇൻ ഹാൻഡ് അല്ല, അവരെ സംബന്ധിച്ച് അസറ്റ് ക്വാളിറ്റി റേഷ്യോയിൽ ഇമ്പ്രൂവ്മെൻറ്റ്, നെറ്റ് എന്താ പറയണ്ടത് NNPA GNPA എന്തുമാത്രം വ്യത്യാസം വരുന്നത് വലിയൊരു ഫാക്ടറാണ് അവരെ സംബന്ധിച്ച് പറയുന്ന കണക്ക്. ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഹൈ PH നമ്മൾ പോയി നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ഹൈ PE കമ്പനിയിൽ നമ്മൾ നോക്കുന്നതാ അന്ന് പെർഫോമൻസ് വൈസ് ഫാന്റാസ്റ്റിക്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും അഷ്വറൻസ് തരുന്നില്ല ഫ്യൂച്ചറിനെ കുറിച്ച്. ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് അഷ്വറൻസ് കിട്ടുന്ന എവിടെയാണ്? മാനേജ്മെൻറ്റ് കമൻട്രിയിൽ, വിസിബിലിറ്റിയിൽ എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ട്, ഏതെല്ലാം മാർക്കറ്റിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോയാൽ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊരു സംഗതിയുണ്ട്, CAAP എന്ന് പറയും. ഈ CAAP കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വലിയൊരു എമൗണ്ട് CAAP പോകാണെന്ന് വെക്കുക. ഈ പോകുന്ന എമൗണ്ട് അനുസരിച്ച് റവന്യൂവിൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ CAAP റിയൽ ആണ് മനസ്സിലാക്കാൻ പറ്റും. റവന്യൂ കോൺട്രിബ്യൂട്ടും വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സ് പോകുന്ന കമ്പനിയാണെന്ന് വെക്കുക CAAP. ദാറ്റ് മീൻസ് 3 ഇയേഴ്സ് ബാക്കിൽ CAAP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനർത്ഥം ഈ 3 ഇയേഴ്സ് ബാക്കിലിൻ്റെ കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്താൽ കഴിഞ്ഞ 2 കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ വരാൻ പോകുന്ന മാസങ്ങളിൽ വർഷങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ ഗ്രോത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഹൈ വാല്യൂ എന്നുള്ള സംഗതി, ഹൈ PE എന്നുള്ള സംഗതിയെ നമ്മൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല ബ്ലൈൻഡായിട്ട് പോയി എടുക്കാൻ പാടില്ല. ലോ PE സ്റ്റോക്സ്, ചില ഇൻഡസ്ട്രി വൈസിൽ ലോ PE, സാധാരണ ഇൻഡസ്ട്രി ലോ PE ആയിരിക്കും. ഇപ്പോൾ ബാങ്ക്സ് എടുത്ത് നോക്ക്, ബാങ്ക്സിൻ്റെ പൊതുവേ PE വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? നിഫ്റ്റിയുടെ PE ഓൺ ആൻ ആവറേജ് 20-21 നിൽക്കാൻ കാര്യം, നിഫ്റ്റിയിലുള്ള ബാങ്കുകളിലൊക്കെ PE കുറവാണ്. നിഫ്റ്റി വ്യൂടുള്ള ഇഷ്ടംപോലെ കമ്പനിയുണ്ട്, പക്ഷേ നിഫ്റ്റി ബാങ്ക്സിൻ്റെ PE വീക്ക് ആയതുകൊണ്ടാണ് ഓവറോൾ നിഫ്റ്റി PE 20-21 നിൽക്കാൻ കാരണം. ശരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ആ ഇൻഡസ്ട്രിക്ക്, അപ്പോൾ ആ PE കുറവുള്ള കമ്പനികളുടെ ഇൻഡസ്ട്രിയുടെ CAGR എന്താണ്, അതിൻ്റെ CAGRൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഗ്രോത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന കാര്യം നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ പറയാൻ സാധിക്കും. ഞാനിപ്പോൾ ബാങ്ക്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. വേറെ ഏതെങ്കിലും സെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിൻ്റെ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡത്തിന് മേളിലാണോ കമ്പനി നിൽക്കുന്നത്, അതിൻ്റെ മേളിലാണോ ഇൻഡസ്ട്രി നിൽക്കുന്നത്, അതിൻ്റെ മേളിലാണോ കണ്ടിന്യൂസ് ഗ്രോത്ത് നിൽക്കുന്നത്? ഇതൊക്കെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ഉള്ളൂ. ശരിക്കും സാർ, അപ്പോൾ എനിക്ക് ഇനിയൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാർ പറഞ്ഞു വാല്യുവേഷനും അതോടൊപ്പം തന്നെ ഗ്രോത്തും രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റോക്സ് അനലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ
ഈ രണ്ടൊരു ഫാക്ടറും പോസിറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ഫാക്ടറും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? സ്റ്റോക്ക് വൈസ് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് വൈസ് കമ്പനീസ് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. ചില കാര്യങ്ങൾ എത്ര സൂക്ഷിച്ചാലും നമുക്ക് ആൻസർ വരാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എന്താ പറയണ്ടേ, ചില കമ്പനി, ചില ഇൻഡസ്ട്രീസിൽ ചില വലിയ പ്ലേയേഴ്സ് ആരെ അറിയിക്കാതെ അവർ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള കമ്പനികളൊക്കെ അഫക്റ്റ് ചെയ്യും. ശരിക്കും അവിടുത്തെ രാജാവായിട്ടുള്ള കമ്പനികളെ കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും ഈ രാജാവായിട്ടുള്ള കമ്പനിയുടെ ആ പ്രോഫിറ്റ്സിനെ പോലും അത് സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റിൽ. മനസ്സിലായി? അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ് ശരിക്കും. രണ്ടാമത്തെ കാര്യം, അവിടെയാണ് ഗവൺമെൻറ് പോളിസീസ്. ചില കമ്പനികളിൽ നമുക്ക് എൻട്രി ബാരിയർ ഭയങ്കരമായിരിക്കും. അങ്ങനത്തെ കമ്പനികൾ, അങ്ങനത്തെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കുറേ കൂടെ സേഫ് ആയിരിക്കും. എൻട്രി ബാരിയർ എവിടെ വീക്കാണെന്നോ അവിടെയൊക്കെ ഏത് കമ്പനിക്ക് വേണമെങ്കിൽ ഏത് ജെയിൻസിന് വേണമെങ്കിൽ കയറാൻ സാധിക്കും. കയറിയാൽ ഇത് സംഭവിക്കും ഓവറോൾ ആ ഇൻഡസ്ട്രിയുടെ ഒരു ആവറേജ് പ്രോഫിറ്റ്സിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലുള്ള സംഗതിയല്ല, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാനും സാധിക്കത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു സിസ്റ്റത്തെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഫോളോ ചെയ്യുക. പിന്നെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് ക്യാഷ് ഫ്ലോ എന്തുമാത്രം സ്ട്രോങ് ആണ്. ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആകും തോറും കമ്പനിയുടെ നിലയിൽ ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി കൂടുതലായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, എന്താ പറയുക, ചില റേഷ്യോസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്, അല്ലെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന സംഗതിയുണ്ട്. ഇതൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പനി ഡിമാൻഡിനെ കാണിക്കുന്നത് ശരിക്കും. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എബിറ്റ മിക്സ് ആണ്. ഏത് കമ്പനിയും, എസ്പെഷ്യലി ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് കമ്പനി ആണെങ്കിൽ എബിറ്റ മിക്സ് എന്ത് എബിറ്റ മിക്സിലാണ് ഇത്ര നാൾ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്തത്, ആ എബിറ്റ മിക്സിനെക്കാളും ബെറ്റർ ആയി മിക്സ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിലേക്ക് പുതുതായിട്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ രണ്ട് ടൈപ്പ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഗ്രീൻ ഫീൽഡും ബ്രൗൺ ഫീൽഡുമാണ്. ബ്രൗൺ ഫീൽഡ് എന്ന് വെച്ചാൽ സെയിം ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും തൊട്ട ഒരു കോമ്പറ്റീറ്ററെ ടേക്ക് ഓവർ ചെയ്യുക, ബ്രൗൺ ഫീൽഡ്. ഗ്രീൻ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ? 5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ ഗ്രോത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല, എനിക്ക് അതിൻ്റെ ഇത്രയായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു പുതിയ ഫാക്ടറി, പുതിയ സെറ്റപ്പ്, പുതിയ R&D, പുതിയ പ്രൊഡക്ട്സൊക്കെ പ്ലാൻ ചെയ്താൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ സിസ്റ്റം എനിക്ക് വേണം. അവിടെയാണ് CWIP എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുത്താൻ. ഇതൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എന്നോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം 2 കാര്യങ്ങളാണ്. അന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്? മനസ്സിലായോ? ഈ ക്രെഡിറ്റ് റേറ്റിംഗിൽ എൻഹാൻസ്മെൻ്റ് ഉണ്ടോ? അത് കൂടുതൽ വിശ്വാസമാണ് കാണിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പൊസിഷൻ അറിയാനായിട്ട് trendline.com എന്നൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറിയാൽ കഴിഞ്ഞ 6 മാസം മ്യൂച്വൽ ഫണ്ട്സ് ഈ കമ്പനി എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, അവർ കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാം നോക്കി ബെസ്റ്റായിട്ട് നോക്കി അവസാനം മ്യൂച്വൽ ഫണ്ട്സും പൊസിഷൻ നോക്കുമ്പോൾ 6 മാസമായിട്ട് ഡ്രാസ്റ്റിക്കലി താഴെ വരുവാണ്. അതിൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നത്? നമ്മളെക്കാളും ഡേറ്റ കൂടുതലുള്ള ആൾക്കാരാണ് മ്യൂച്വൽ ഫണ്ട്സ്, നമ്മളെക്കാളും നേരത്തെ ഇൻഫർമേഷൻ കിട്ടുന്ന ആൾക്കാരാണ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ആസ് ഫാർ as നമ്മൾ ഗ്രോത്തിനോടൊപ്പം തന്നെ വാല്യൂഷനോടൊപ്പം തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വരുമ്പോഴാണ് ഓവറോൾ നമ്മുടെ കൺവിക്ഷൻ വരുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കുന്നതിന് വേണ്ടിയാണ് ഫൈനലി ഹൗ മച്ച് വി ആർ കൺവിൻസ്ഡ്. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അപ്പോൾ നമ്മൾ പി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ പി ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡ് ആണെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നതിൻ്റെ ഒരു സംശയമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.